ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരളത്തിൽ സുപ്രധാനമായ 5 യൂണിവേഴ്സിറ്റിയും, നമ്മുടെ പ്രിയങ്കരങ്ങളായ 5 യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇതിനോടൊപ്പം തന്നെ പുതിയതായി പിറവികൊണ്ട് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളിലൂടെ നമുക്ക് കിട്ടുന്ന പഠനാനുഭവങ്ങൾ, ഈ യൂണിവേഴ്സിറ്റികളുടെ 5 എണ്ണത്തിൻ്റെയും പ്രത്യേകതകൾ മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് ഒരു ലേണർ ആവശ്യപ്പെടുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, അതിൽ ഏറ്റവും നന്നായി ശോഭിച്ചു നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റികളോടൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രസക്തി എന്താണ്, ഇവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്, ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഈ വീഡിയോയിലൂടെ നടപ്പിലാക്കുന്നത്. ഒരുപാട് പേർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സർ എപ്പോഴും ഇഗ്നോയെ പറ്റി പറയുന്നല്ലോ, ഈ ഇഗ്നോയെ എപ്പോഴും ഉയരത്തിലാക്കിക്കൊണ്ടാണല്ലോ താങ്കൾ പറയുന്നത്, അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ വസ്തുത ഒന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. കേരളത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയുള്ള നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏറ്റവും ചടുലമായി നല്ല രീതിയിൽ കുട്ടികൾക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നൽകുന്ന നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഉള്ളപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഈ ഇഗ്നോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നവർ ഒരുപാട് പേരാണ്. ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ സ്റ്റഡി ഞാൻ ഇവിടെ നടത്തുന്നു വിത്ത് പ്രൂഫ്. ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കോ പേപ്പറോ പേനയോ എടുത്തു വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കൾക്ക് പരീക്ഷിക്കാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഇഗ്നോ ഈ പറഞ്ഞ 5 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, കേരളത്തിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നടത്താൻ ആധികാരികമായി നിയമസഭ, നമ്മുടെ ഈ ഭരണകൂടം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ സ്ട്രക്ചർ, A to Z എല്ലാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആ വസ്തുതകൾ, ആ യാഥാർത്ഥ്യം, അത് നേരായ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം നമുക്ക് ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു കുട്ടി, ഒരു പഠിതാവ്, ഇവിടെ കുട്ടി കൊണ്ട് ഉദ്ദേശിച്ചത് കേവലം ഒരു 17 വയസ്സ് മുതൽ, +2 കഴിയുമ്പോൾ 17 വയസ്സാണല്ലോ, അവിടുന്നാണല്ലോ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ആഫ്റ്റർ +2, ആഫ്റ്റർ സീനിയർ സെക്കൻഡറി എന്നുള്ള ആ ഒരു മേഖലയിലാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരു പഠിതാവിന് അവന്റെ വയസ്സ് എന്തോ ആയിക്കോട്ടെ, 17 മുതൽ 100 വയസ്സിന്റെ മുകളിലുള്ള ആ വയസ്സ് പ്രായഭേദമില്ലാത്ത എല്ലാവർക്കും അവരവരുടെ റേഞ്ച് അനുസരിച്ച്, അവരുടെ സ്ഥലം അനുസരിച്ച്, അവരുടെ നോളജ് ലെവൽ അനുസരിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അവരുടെ ലേണിംഗ് കപ്പാസിറ്റി അനുസരിച്ച്, ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും. ഇതിൽ ഒരു പഠിതാവിന്റെ മനസ്സിലുള്ള സംഗതിയും ഒരു ഓഫീസിന്റെ മനസ്സിലുള്ള, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മനസ്സിലുള്ളതും തമ്മിൽ നമ്മൾ ഒന്ന് കോർത്തിണക്കേണ്ടതുണ്ട്. ഇത് ഇത്തിരി നീണ്ടു പോകുമട്ടോ ഈ വീഡിയോ, കാരണം നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയണമെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു തരണം. ഒരു ടിക്ടോക്ക് ഷോയിൽ പറയുന്നത് പോലെ പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ മനസ്സിലാകുന്ന ഒരു സംഗതി ഒന്നുമല്ല. ഇത് ലോകം മുഴുവനും കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ ഓതന്റിക് ആയിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ നൽകുന്നത്. നിങ്ങളോട് 100% നീതി പുലർത്തണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ചില
വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൽകുന്നത്. ഒരു പഠിതാവിന് ആവശ്യമുള്ള 10 കാര്യങ്ങൾ, ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ ഒരു പഠിതാവിന് ആവശ്യമായിട്ടുള്ള 10 കാര്യങ്ങൾ ആ കുട്ടി അല്ലെങ്കിൽ ആ പഠിതാവ് ഏത് പ്രോഗ്രാം എടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ ഏതോ ആയിക്കോട്ടെ, അതിൽ നല്ല അക്കാഡമിക് പ്രോഗ്രാം, ഒരു UG ആയിക്കോട്ടെ, ഒരു PG ആയിക്കോട്ടെ, ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു PhD പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ ഒരു PhD തലം വരെ ഉള്ള എല്ലാറ്റിലും ഏറ്റവും നല്ല അക്കാഡമിക് പ്രോഗ്രാംസ്, ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്? അതാണ് ഒന്നാമത്തെ ചിന്ത ഒരു കുട്ടിയുടെ, ഒരു പഠിതാവിന്റെ. രണ്ടാമത്തെ, അതിന് അനുയോജ്യമായ ഫാക്കൽറ്റീസ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഈ 5 കാര്യത്തിലും നമ്മൾ ഈ ഓരോ പോയിന്റിലും ഈ 5 എണ്ണവും നമ്മൾ താരതമ്യം ചെയ്യണം. യഥാർത്ഥത്തിൽ നല്ല ഫാക്കൽറ്റീസ് അഥവാ അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോയുടെ ഭാഷയിൽ അക്കാഡമിക് കൗൺസിലർ, നമ്മുടെ നാടൻ ഭാഷയിലെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ, ഫാക്കൽറ്റീസ്, നല്ല ഫാക്കൽറ്റീസ് ഉണ്ടോ? മൂന്നാമത്തെ സുപ്രധാനമായ ചിന്ത ഓരോ വിദ്യാർത്ഥിയിലും നടത്തുന്നത് ഫ്രീഡം. അവിടെ ഒരു വിദ്യാർത്ഥിക്ക് ഉള്ള സ്വാതന്ത്ര്യം, ഏതിലൊക്കെ ഉള്ള സ്വാതന്ത്ര്യം? പഠന സമയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, പരീക്ഷയ്ക്കുള്ള സ്വാതന്ത്ര്യം, പരീക്ഷയിലെ വ്യത്യസ്ത മൂല്യനിർണയ ഘടകങ്ങളെ സ്വായത്തമാക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവനത് എത്താനുള്ള, റീച്ച് ചെയ്യാൻ, ആ സ്ഥാപനത്തിലേക്ക് എത്താനുള്ള ആ ഒരു യാത്ര, ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഉണ്ടെങ്കിൽ പോലും അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, കോഴ്സുകൾ അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് കോഴ്സാണ് എനിക്ക് വേണ്ടത്, അവനവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ സ്കിൽ ഓറിയന്റഡ് കോഴ്സ്, എല്ലാവരുടെയും സ്കിൽ വ്യത്യസ്തമാണ്. ഡിസിപ്ലിൻ സ്പെസിഫിക്, പരസ്പര ബന്ധിതമായ സബ്ജക്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ടത് പല യൂണിവേഴ്സിറ്റികളിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കോഴ്സുകൾ, പല കോളേജുകളിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതിനുള്ള ഫിനാൻസ്, കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണോ, അവർ നൽകുന്ന മൂല്യം വളരെ എളുപ്പത്തിലുള്ളതാണോ എന്നൊക്കെ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന് ലോകം നൽകിയിട്ടുള്ള, ചില പ്രത്യേക സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള റാങ്ക് അഥവാ അഫിലിയേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആ റാങ്ക് നൽകുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ 7 പ്രത്യേക മാനദണ്ഡങ്ങൾ വച്ച് 1000 മാർക്കിൽ 1000 സ്കോർ കൊടുത്ത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ റാങ്ക് കൊടുത്തു വച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന 10 എണ്ണത്തിന്റെയും അടിസ്ഥാന പേര്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 10 എണ്ണം. അപ്പൊ നാക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയിരിക്കുന്ന സ്ഥാനം എന്നുള്ളത് വളരെ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു, ലബോറട്ടറി എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു, ബിൽഡിങ്സ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ കോളേജ് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത വരുന്നു. മാത്രമല്ല അവിടെ ഉള്ള യാത്രാ സൗകര്യങ്ങൾ അതിന്റെ ഇതിൽ വരുന്നു. ഡിജിറ്റൽ ഇൻഫർമേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, വിവര സാങ്കേതിക വിദ്യയിലെ ഈ ആധുനിക കാലഘട്ടത്തിന് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ളത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം ഈ 5 യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഈ 6 യൂണിവേഴ്സിറ്റിയിലും നമ്മൾ വളരെ നന്നായി താരതമ്യം ചെയ്യുമ്പോൾ ഏതിനാണ് ഏറ്റവും മെച്ചം എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇതിന്റെ എല്ലാ റിസൾട്ടും നാക് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ആ നാക് നൽകിയ ഇൻഫർമേഷനില് ഈ ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈസി ടു ആക്സസ്, അത് സ്വായത്തമാക്കാനുള്ള, അത് കരഗതമാക്കാനുള്ള ആ എളുപ്പം എത്രത്തോളമാണ്? ഈസി ടു ആക്സസ്, അത് കഠിനമാണോ, പ്രയാസമാണോ, എളുപ്പമാണോ നമുക്കത് സ്വന്തമാക്കാൻ എന്നുള്ള ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ, ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ കരിക്കുലർ ആക്ടിവിറ്റിയിലെ ഉപരിയായിക്കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് സമൂലമായ ചേരുവകൾ ഉണ്ടാവും.
അവന്റെ നാനാത്വത്തിലുള്ള പല തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ടാവും. അവന്റെ ലൈഫ് സ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ലൈഫ് സ്കില്ലിനും മൾട്ടിപ്പിൾ ഇന്റലിജൻസിനും സഹായകമാകുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അഥവാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എത്രത്തോളമാണ് ഈ ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും മറ്റ് യൂണിവേഴ്സിറ്റികളുമായി മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി എത്രത്തോളം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റ് യൂണിവേഴ്സിറ്റികൾ മറ്റ് സ്ഥാപനങ്ങളുമായി എത്രത്തോളം കൊളാബറേറ്റ് ചെയ്തിട്ട് അത് ഒരു വളരെ 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 വലിയ ഒരു സംഗതിയാണ്. അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതർ യൂണിവേഴ്സിറ്റീസ് കൊളാബറേഷൻ. ഇതിനേക്കാൾ ഉപരി 10ാമത്തെ പോയിന്റ് സത്യത്തിൽ ആദ്യം പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ അത് 10ാമത്തെ കാര്യമായിട്ടേ പറയാൻ പറ്റൂ. ആ വിഷയം എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് എത്രത്തോളമാണ് അത് പ്ലേസ്മെന്റ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കോഴ്സ് ചെയ്യുന്നത് സത്യത്തിൽ എന്തിനാണ്? ഉപരിപഠന മാർഗം, ഉപജീവന മാർഗം എന്നുള്ള ആ 2 മേഖലയിൽ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്കത് എത്രത്തോളം പ്ലേസ്മെന്റ് നൽകുന്നു, നമുക്ക് അതിലൂടെ എന്തൊക്കെ ഗുണം കിട്ടുന്നു എന്ന് അടിസ്ഥാനമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 1 by 1 ആയി നാക്ക് എന്താണ് പറയുന്നത്, അതനുസരിച്ചുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്താണ്. നാക്ക് നമുക്ക് നൽകുന്നത് സുപ്രധാനമായ 7 കാര്യങ്ങളാണ്. 7 കാര്യങ്ങളാണ് നാക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നാക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത് 7 സുപ്രധാനമായ സംഗതികളിൽ ഈ ഓരോ യൂണിവേഴ്സിറ്റിയും അത് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നോക്കാം. ക്രൈറ്റീരിയ ഓഫ് നാക്ക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ക്രൈറ്റീരിയ. പ്രത്യേകിച്ച് ഇത് RAF ആണ്, റിവൈസ്ഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക്. ഇത് റിവൈസ് ചെയ്തതിലൂടെയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് A++ ഗ്രേഡ് ഇപ്പോൾ പുതിയതായി ഒരു കൊല്ലത്തിനുള്ളിലായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും നല്ല പുതിയ ഒരു കാഴ്ചപ്പാടാണ് റിവൈസ്ഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക്. ശരിക്കും ഒന്നാമത്തെ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ 10 എണ്ണവും ഇതിന്റെ അകത്തെ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊരു രൂപത്തിൽ ഒരു ആഗോള അടിസ്ഥാനത്തിൽ ഇത് കയറി വരുന്നുണ്ട്. Revamping the curriculum, pedagogy, ബോധന രീതി ശാസ്ത്രം, അസസ്മെന്റ്, മൂല്യനിർണ്ണയം നടത്തുന്നത്, ആൻഡ് സ്റ്റുഡന്റ് സപ്പോർട്ട്, കുട്ടികൾക്ക് ഇത് എത്രത്തോളമാണ് ഇത് സൗകര്യം. ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. 2, ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ എക്സാമിനേഷൻ, അക്കാഡമിക് പ്രോഗ്രാംസ്, ഇതൊക്കെ വരുന്ന ആ ഒരു മേഖലയാണ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. 3, ഹയർ പ്രോസ്പെക്ടസ്, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. പുതിയതായി കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ, അതിന് പഠനം മാത്രമാണോ, ഹയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. വെറും പഠനം മാത്രമല്ല ഈ കാലഘട്ടത്തിൽ. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തോളം ഇപ്പോൾ UGC പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ റെഗുലർ കോഴ്സ് ചെയ്താലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് കോഴ്സിൽ ചെയ്താലും രണ്ടും ഒന്നാണ് എന്നാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC പറയുന്നത്. രണ്ടും ഒന്നാണ്. ഒരാൾക്ക് പ്രത്യേക കൊമ്പും മറ്റൊരാൾക്ക് കൊമ്പ് ഇല്ല എന്നില്ല. നമ്മളുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഒരു BA പ്രോഗ്രാം, BA ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു റെഗുലർ കോളേജിൽ, മാർ ഇവാനിയസ് കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് പഠിക്കുന്ന അതേ സംഗതി തന്നെയാണ്, അതേ അംഗീകാരം തന്നെയാണ്, അത്രയും മൂല്യം തന്നെയാണ് അതേ മാർ ഇവാനിയസ് കോളേജിലുള്ള ഇഗ്നോയുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾ നാമമാത്രമായ ഫീയിൽ ഒരു BA ഇംഗ്ലീഷ് എടുക്കുന്നതിന്. രണ്ടും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ്. ഒന്ന് പരീക്ഷ നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റി, നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റി. മറ്റൊന്ന് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു, അവർ പരീക്ഷ നടത്തുന്നു, അവർ നമുക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു, സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നു, ക്ലാസുകൾ നൽകുന്നു. ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ. അത് അപ്പൊ റിസർച്ച് ഇന്നോവേഷൻ എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ. ഓരോ യൂണിവേഴ്സിറ്റിയും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൈത്താങ്ങ് അഥവാ സ്കഫോൾഡിംഗ് അഥവാ പിന്തുണ, മാത്രമല്ല അതിലൂടെ വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്ന അനുഭവം, വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്ന ഉയർച്ച, അപ്ലിഫ്റ്റ്മെന്റ്
അപ്ഗ്രഡേഷൻ, ഒരു വിദ്യാർത്ഥിയുടെ നോളജ്, അറിവിന്റെ അപ്ഗ്രഡേഷൻസ് അതിൽ വളരെ പ്രാധാന്യമാണ്. മറ്റൊന്നാണ് ഗവർണൻസ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. നമ്മുടെ ഭരണവ്യവസ്ഥിതിയിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഭരണാനുകൂലം അല്ലെങ്കിൽ ഭരണകേന്ദ്രം, ഭരണപ്രവർത്തനം, ആ ഭരണപ്രവർത്തനത്തിനുള്ള മേൽക്കോയ്മ, അതിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ്, അതിന്റെ നിയന്ത്രണം, അതിന് എത്രത്തോളമാണ് സ്വീകാര്യത മറ്റുള്ളവർക്കുള്ളത്, അതിന്റെ മേൽക്കോയ്മ എങ്ങനെയുണ്ട്, അതിന്റെ ലീഡർഷിപ്പ് എങ്ങനെയുണ്ട്, അതിന്റെ നായകത്വം എങ്ങനെ ആ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്ത് നടത്തുന്നു, അത് എങ്ങനെയാണ് മറ്റുള്ളതുമായി നിയന്ത്രിച്ചു പോകുന്നത്, റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടോ, ഇവാലുവേഷൻ ഉണ്ടോ, അസസ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഗവർണൻസ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിൽ നമ്മൾ ചിന്തിക്കുന്നത്. മാത്രമല്ല അവിടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും നൽകുന്ന വാല്യൂസ്, ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന കോളേജുകൾ, ഇങ്ങനെ എല്ലാ കോളേജുകളിലും ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ പൊതുജന സമക്ഷത്തിങ്കൽ എത്രയാണ് അതിന് മൂല്യമുള്ളത്, അവർ നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സംഭാവനകൾ എന്താണ്, ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ് എന്നുള്ളതിനെയാണ് ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഇത് താഴെത്തട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസസ്മെന്റ് നടത്താനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് എ ഗ്രേഡോ, B+ ഗ്രേഡോ, B ഗ്രേഡോ, C ഗ്രേഡോ ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഗ്രേഡ് പരിഗണിക്കപ്പെടാതെ മാറി നിൽക്കുന്ന ഒരു സംഗതിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് ഇപ്പോൾ ജനിച്ച കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 10 കാര്യങ്ങളും അവിടെ എല്ലാം പിന്നിലായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഞാൻ തുടക്കത്തിൽ വളരെ നന്നായി, വളരെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. കാരണം അതിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മോഡലാക്കിക്കൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ ഇഗ്നോയുടെ എല്ലാ ചൈതന്യവും അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ കാശ് പിടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവോ? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പോരായ്മകളുണ്ട്, അത് ശരിയാണ്. പക്ഷേ നേരായ സംഗതികൾക്ക് പണം വാങ്ങുന്നതിൽ തെറ്റില്ല. ഇത് അനീതിയായി പണം വാങ്ങുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അസൈൻമെന്റ് എഴുതേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണ്. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം സ്റ്റുഡന്റ് ആണ്. എനിക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ 2 കൊല്ലം മുതൽ 4 കൊല്ലം വരെ എനിക്ക് അനുവാദമുണ്ട്. ഞാൻ കൃത്യമായ സമയത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നു, വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു. 1ാമത്തെ വർഷത്തിൽ, 2ാമത്തെ വർഷത്തിൽ, അല്ലെങ്കിൽ 1ാമത്തെ സെമസ്റ്ററിൽ, 2ാമത്തെ സെമസ്റ്ററിൽ, 3ാമത്തെ സെമസ്റ്ററിൽ, 4ാമത്തെ സെമസ്റ്ററിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ സൗകര്യം അനുസരിച്ച് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ നാക് പറഞ്ഞിട്ടുള്ള അത്രയും കാര്യങ്ങളിൽ എനിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തൃപ്തനല്ല. എനിക്ക് അവിടുന്ന് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് വളരെ 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 ബോറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയേ അല്ല. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് പറയാൻ അത്ര വലിയ മെച്ചമില്ല. 1-2 മഹതികളായ ഡോക്ടർ ശാന്ത ടീച്ചർ പോലുള്ള വളരെ നല്ല ടീച്ചർമാരുണ്ട്. പക്ഷെ അവർ നൽകുന്ന അക്കാഡമിക് പ്രോഗ്രാമിലെ നല്ല മെറ്റീരിയൽസും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഈ അസൈൻമെന്റ് എഴുതി ഞാൻ 3ാമത്തെ വർഷത്തിൽ എല്ലാ അസൈൻമെന്റും എഴുതി എനിക്ക് പരീക്ഷ എഴുതാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭരണഘടനയും നമുക്ക് നാക്കും നമുക്ക് അവകാശം തരുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അസൈൻമെന്റ് വച്ചിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് അസൈൻമെന്റിന് എനിക്ക് ഫൈൻ കൊടുക്കണമത്രേ. ഞാൻ തെറ്റ് ചെയ്താലല്ലേ ഫൈൻ കൊടുക്കേണ്ടതുള്ളൂ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായി ഇമെയിൽ അയക്കുകയും കത്ത് അയക്കുകയും വീഡിയോയിൽ തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഈ നിയമം നിങ്ങൾ പിൻവലിക്കുക, അത് നിങ്ങൾക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുഖവിലയും എടുക്കാതെ ഇപ്പോഴും തന്നെ ഇത്തരത്തിലുള്ള ഫൈൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? തെറ്റ് ചെയ്യുമ്പോഴാണ് ഫൈൻ ഈടാക്കേണ്ടത്.
തെറ്റ് ചെയ്യുമ്പോഴാണ് ഫൈൻ ഈടാക്കേണ്ടത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനിച്ചിട്ടേ ഉള്ളൂ. ആ ജനിച്ച യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് 20 കൊല്ലം ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തെറ്റ് ചെയ്തു എന്ന് തീരുമാനിച്ച് ഫൈൻ അടയ്ക്കാൻ പറയുക? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ആ കൃത്യമായ, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം അസൈൻമെന്റ് തന്ന് മൂല്യനിർണ്ണയം നടത്തണം. ആ ആദ്യത്തെ പ്രാവശ്യം എപ്പോൾ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥനല്ല, പ്രത്യേകിച്ച് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ട് പണിയെടുക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ല, മറിച്ച് അത് വിദ്യാർത്ഥിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എപ്പോഴാണ് വെക്കേണ്ടത്, അപ്പോഴാണ് അതിന്റെ ഈസി ടു ആക്സസ് എന്നുള്ള ഒരു മേഖലയിലേക്ക് വരുന്നത്. ആ ഒരു കാരണത്തിൽ വളരെ ഒരു തരത്തിലുമുള്ള ഒരു ഗ്രേഡിംഗ് ഇല്ലാതിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൽ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ലേണിംഗ് റിസോഴ്സസ് എവിടെയാണ് ശ്രീനാരായണ ഗുരുവിന് ഉള്ളത്? എല്ലാം കേരളത്തിലെ ഈ കേരള സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളായിട്ട് ഒന്നുമില്ലല്ലോ. അവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? പഠന പ്രവർത്തനം നടത്തുന്നുണ്ടോ? മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി അവിടെ സ്ഥാപനങ്ങളുണ്ടോ? ഇവാലുവേഷൻ നടത്താനുള്ള സ്ഥാപനങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഗവർണൻസ്, ലീഡർഷിപ്പ് എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഗവർണൻസ് ഉള്ളത്? സ്റ്റുഡന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് വഷളൻ ആണ്, ഒരു പ്രോഗ്രഷനും ഇല്ല. അഡ്മിഷൻ വളരെ വളരെ കുറവാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ആവശ്യമില്ലാത്ത കുറെ നൂലാമാലകൾ അവർ ആവശ്യപ്പെടുന്നു. ഈ 50 വയസ്സ് കഴിഞ്ഞ 49 വയസ്സുകാരൻ TC കൊണ്ടുവരണം എന്ന് പറയുന്ന നിയമം എവിടുത്തെ നിയമമാണ്? 49 വയസ്സായ ആൾ TC കൊണ്ടുവന്നാലേ ഡിഗ്രിക്ക് അഡ്മിഷൻ തരികയുള്ളൂ. ഓപ്പൺ സർവകലാശാലയ്ക്ക് എന്തിനാണ് TC? അവൻ പല മാർഗത്തിലൂടെ അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും. ആ പല മാർഗത്തിലൂടെ അവൻ നല്ല രീതിയിൽ കൃത്യതയോട് കൂടിയിട്ടാണോ നേടിയിട്ടുള്ളത് എന്ന് നോക്കുകയല്ലാതെ നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞാലേ TCയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി ഈ 23-ാമത്തെ വയസ്സ് മുതൽ 49-ാമത്തെ വയസ്സിനില്ല അവൻ ജോലിയുടെ പല ആവശ്യങ്ങൾക്കും കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ TCയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? ഒരു TC ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. അവിടെ എവിടെയാണ് റിസർച്ചിനുള്ള സാധ്യതകൾ, എവിടെയാണുള്ളത്? ടീച്ചിങ്, ലേണിംഗ്, ഇവാലുവേഷൻ ഇനിയും എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല. അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ, അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വസ്തുതയല്ലേ? അപ്പൊ കുറച്ചും കൂടി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഉന്നതങ്ങളിലുള്ളവർ ഡെപ്യൂട്ടേഷനിൽ വന്നവരെ നിയന്ത്രിക്കുക, മാത്രമല്ല നല്ല അധ്യാപകരെ നൽകുക, നല്ല ക്ലാസുകൾ നൽകുക. പാവപ്പെട്ടവരുടെ ഒരു സങ്കേതമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ്. ബട്ട് അതിന്റെ അകത്ത് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥരുടെ ഭരണ പിടിപ്പുകേട് പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നാക്കിന്റെ A ഗ്രേഡ് കിട്ടിയിട്ടുള്ള മഹത്തായ സ്ഥാപനമാണ്. റീ അക്രഡിറ്റഡ് ബൈ നാക്ക് വിത്ത് A ഗ്രേഡാണ്. A ഗ്രേഡാണ് ഇപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇതിപ്പോ ഹോം സൈറ്റിൽ പോയാൽ ഇത് ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള സൈറ്റിന്റെ ഇൻഫർമേഷനാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ റീ അക്രഡിറ്റഡ് ബൈ നാക്ക് ബൈ A ഗ്രേഡ്. അപ്പോൾ മുമ്പ് വേറെ എന്തോ ഒന്നായിരുന്നു, ഇപ്പോൾ അത് A ഗ്രേഡായി മാറിയിട്ടുണ്ട്. A ഗ്രേഡിനും അതുപോലെ തന്നെ B+ ഗ്രേഡിനും A++ ഗ്രേഡിനും A+ ഗ്രേഡിനും എത്രയാണ് ഓരോ മൂല്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. MG യൂണിവേഴ്സിറ്റിക്ക് A ഗ്രേഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കേരളത്തിന്റെ സൂപ്പർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള A++ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. അതും തന്നെ റീ അക്രഡിറ്റഡ് ആണ്. ഒരിക്കൽ ആദ്യം അക്രഡിറ്റേഷൻ കൊടുത്തത് A++ ഗ്രേഡ് അല്ല, റീ അക്രഡിറ്റേറ്റഡ്. എന്തായാലും ഇനിയെങ്കിലും അത് ചെയ്യുമല്ലോ. ഈ 3 കൊല്ലത്തെ ഭരണ നേതൃത്വം, ഈ 3 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം വച്ചിട്ടാണ് ഈ പയനിയർ യൂണിവേഴ്സിറ്റി ഇൻ കേരള എന്നുള്ള ഈ ഒരു സംഗതി, പ്രത്യേകിച്ച് ഹോണറബിൾ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവരുടെ പേരിൽ അവരുകളാൽ സ്ഥാപിതമായ ഈ ഒരു ഏറ്റവും മനോഹരമായ നമ്മുടെ ഒരു ചുവടുവെപ്പാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതിന് നമ്മൾക്ക് എന്നും നമുക്ക് വളരെ വാല്യബിൾ ആണ്. A++ ഗ്രേഡ് കിട്ടിയ മഹത്തായ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് റീ അക്രഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി B++ ഗ്രേഡിലാണ് ഉള്ളത്.
B++ ഗ്രേഡിന്റെ തൊട്ട് മുകളിലാണ് MG യൂണിവേഴ്സിറ്റിയുടെ A ഗ്രേഡ്, അതിന്റെ തൊട്ട് മുകളിലാണ് A+ ഗ്രേഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. ഞാൻ അവസാനം ഒരിക്കൽ കൂടി ഒരു താരതമ്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് A++ ഗ്രേഡാണ്. ഇഗ്നോയിലെ A++ ഗ്രേഡ് കിട്ടാൻ പല കാരണങ്ങളുണ്ട്. ഇത് 1 by 1 ആയി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഇതെല്ലാം മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് A+ ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. A+ ഗ്രേഡ്. ഈ A+ ഗ്രേഡ് ഉള്ളതിന്റെ ഈ ഒരു താരതമ്യ പഠനത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രേഡ്സ് ആൻഡ് അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് നോട്ട് അക്രഡിറ്റഡ് എന്നുള്ളത് 1.5 താഴെയാണ്. ഇനിയും അക്രഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 1.5 കൊടുത്താൽ അക്രഡിറ്റേഷൻ കൊടുത്തു എന്നാണല്ലോ അർത്ഥം. നോട്ട് അക്രഡിറ്റഡ് എന്നുള്ള ഒരു അക്രഡിറ്റേഷൻ കൊടുത്തു, പക്ഷെ ഇതുവരെ അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മനോഹരമായി തെളിയിക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ വ്യക്തിപരമായ ആഗ്രഹം ഇഗ്നോ പോലെ ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി മാറാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാകണം. കേരള സർവകലാശാലയുടെ അതേ അക്രഡിറ്റേഷൻ, ഒന്നാമത്തെ അക്രഡിറ്റേഷൻ മൂല്യനിർണ്ണയത്തിൽ തന്നെ A++ നേടണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം മാറ്റി കഴിയുന്നത്ര എന്നല്ല 100% സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിരിക്കണം. നല്ല അക്കാഡമിക് പ്രോഗ്രാം കൊടുക്കണം, നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാകണം, ഫ്രീഡം ആൻഡ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അഫിലിയേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ റാങ്കിൽ ഏറ്റവും ടോപ്പിൽ ആയിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും കൂടുതൽ ഉണ്ടാകണം, യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായി തന്നെ ബിൽഡിങ്ങും അവിടെ മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാകണം. ഇപ്പോൾ കൊല്ലം ആസ്ഥാനത്ത് ഒരു മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നില്ല. ഈസി ടു ആക്സസ് ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് കൃത്യമായി കൊണ്ടുവരണം. ഉന്നത ഭാരത് അഭിയാനിൽ അത് അംഗമായിരിക്കണം. അതർ യൂണിവേഴ്സിറ്റീസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ടായിരിക്കണം. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇല്ലാത്ത ഒരു ഗംഭീര യൂണിവേഴ്സിറ്റികളും വേറെ ഇല്ലല്ലോ, അതർ യൂണിവേഴ്സിറ്റീസ് ഇല്ലല്ലോ. അവിടെ എല്ലാം തന്നെ ഓഷൻ, ഈ സമുദ്ര ഗവേഷണ സ്ഥാപനം മുതൽ ക്യാൻസർ സ്ഥാപനം, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമായി നമ്മളുടെ തിരുവനന്തപുരം ഉള്ളപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള കൊല്ലം കുരിയപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടും നല്ലതാകണം. അതിന്റെ ഒന്നാമത്തെ അക്രഡിറ്റേഷനിൽ തന്നെ ഈ സ്ട്രക്ചർ നേടണം എന്നുള്ളതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതർ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസ്, നല്ല പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കണം എന്നുള്ള ആ ഒരു കരുതൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ റാങ്കിങ്ങിൽ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 3.518 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് അവസാനം ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കൊടുത്തിട്ടുള്ളതാണ് 3.518 എന്നുള്ള ആ A++ നേടിയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യത്തെ അക്രഡിറ്റേഷനിൽ തന്നെ അത് A++ കിട്ടി. റീ അക്രഡിറ്റേഷനിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് A++ കിട്ടിയിട്ടുണ്ട്. ഈ 2 യൂണിവേഴ്സിറ്റിന്റെ സ്ഥാനം നമുക്ക് ഇനി കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് നൽകുന്നു. A+ എന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളത് നല്ല ഒരു ലെവൽ തന്നെയാണ്. 3.26 3.50 ലെവലിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2 ബിരുദവും ഒരു ബിരുദാനന്തര ബിരുദവും എടുത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ശോഭ നൽകിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 3.01 മുതൽ 3.25 ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് A അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി 2.768 B++ ഉള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ റാങ്കിന്റെ അകത്താണ് ഉള്ളത്. ഈ റാങ്കിലെ ഒന്നാമത്തെ ഈ A++ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ എൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ വയ്യ.
ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെച്ചമുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നത്? ഇത് മറ്റ് യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 5 യൂണിവേഴ്സിറ്റികൾക്കും ഇതെല്ലാം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇഗ്നോയുടെ ഹോം പേജിൽ ഇവിടെ കൃത്യമായി സ്റ്റുഡന്റ് സപ്പോർട്ടിൽ നമുക്ക് സ്റ്റുഡന്റ് സോണിൽ പോയാൽ ഉത്തരം ലഭ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ കൂടി താങ്കൾ എഴുതിയെടുത്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അത് പരിശോധിക്കുക. ഇത് ശരിയാണോ, ഞാൻ പറഞ്ഞത് ശരിയാണോ? മുബാറക് മാസ്റ്റർ വെറുതെ ഇങ്ങനെ ബടായി വിട്ടുകൊണ്ട് വെറുതെ കുറെ ഇങ്ങനെ ലൈവിൽ വന്ന് കുറെ കാര്യങ്ങൾ പറയുകയാണോ, അതോ അതിന്റെ പിന്നിൽ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അക്കാഡമിക് പ്രോഗ്രാമുകൾ ഇഗ്നോ നൽകുന്നത് എങ്ങനെയാണ്, മറ്റ് യൂണിവേഴ്സിറ്റികൾ നൽകുന്നത് എങ്ങനെയാണ്? ഈ 10 എണ്ണത്തിന്, ഈ 10 തന്നെയാണ് നേരത്തെ പറഞ്ഞ നാക്ക് തന്നിട്ടുള്ള ഈ ഒരു 7 എണ്ണം. അതിനെ ഞാൻ ഒന്നും കൂടി ലളിതവൽക്കരിക്കുകയാണ്. ഒരു പണ്ഡിതന്മാരുടെ ഭാഷയായിട്ടുള്ള നാക്കിന്റെ ആ ഭാഷയിൽ നിന്ന് മാറി നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ ഒരു ലെവലിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റികൾ തന്നിരിക്കുന്നത്, ഇതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എത്രത്തോളമാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്, അതെല്ലാം തിരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത്